പിന്നെ ഈ ഒരു കൂളൻ്റ് ഇതാണ് ഞാൻ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. എൻ്റെ ബൈക്കിൽ ഞാൻ ഒഴിക്കാൻ വേണ്ടി നോക്കി വെച്ചിരുന്ന സാധനമാണ്. ഇതിലൊരു ഓറിങ് വരും. ആ ഓറിങ് മാറ്റാൻ അടിച്ചിട്ട് മുന്നേ ചെയ്ത ഒരു പേസ്റ്റ് അടിച്ചു വിട്ടതാ. ഇതാണ് കേട്ടോ പുതിയ ഓയിൽ പമ്പ്. വണ്ടി എപ്പോഴും നമ്മൾ സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് ഐഡിൽ ആവുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നം ഇതാണ്. ഓരോ മാനുഫാക്ചേഴ്സിനും പല രീതിയിലുള്ള ഡിസൈനാണ് എഞ്ചിനകത്ത്. ഇതിൽ കിടന്ന പഴയ ഓയിൽ പമ്പാണ്. ഓയിൽ പമ്പിനൊന്നും വലിയ വില വരുന്നില്ല. കറക്റ്റ് കിലോമീറ്റർ ആകുമ്പോൾ റീപ്ലേസ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇതിൽ സ്കോറിങ് വീഴും. ഓക്കെ, സ്കോറിങ് വീഴുമെന്ന് പറയുന്നത് മനസ്സിലായില്ല. വര വീഴും, സ്ക്രാച്ചസ് വരും. ഇതിൻ്റെ അകത്ത് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ സൈഡിലൊക്കെ സ്ക്രാച്ചസ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ചുള്ളത് ചെറുതാണ്, പക്ഷേ ഇത് ഓയിൽ പമ്പ് ചെയ്യാൻ നേരത്ത് കറക്റ്റ് പമ്പാവില്ല. ചെറിയ രീതിക്കുള്ള കുറവും കാര്യങ്ങളും വരും. അപ്പം വലിയ വിലയില്ലാത്തത് കൊണ്ടും എൻജിൻ സൈഡ് ചെയ്യാൻ നേരത്ത് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ റീപ്ലേസ് ചെയ്ത് വിടേണ്ടതാണ്. ഓക്കെ, പിന്നെ ഓയിൽ പമ്പ് സെറ്റ് ചെയ്യാത്തതിൻ്റെ അകത്തൊരു ചെറിയൊരു മാർക്കിംഗ് ഉണ്ട്. ഇതും കൂടെ നോക്കിക്കോണം. ഏതാണ്ട് ഈ 2 ഡോട്ട് മാർക്ക്. ഇപ്പോൾ ചിലവർ ഇളക്കിയിട്ട് ഇത് കറക്കിയിടും, വലിയ പ്രശ്നമില്ല. സ്റ്റിൽ അത് കറക്റ്റ് എന്താ അത് ആ 2 ഡോട്ട് അല്ലേ? കണ്ടേ? ഓക്കെ, ഇത് വലിയൊരു കാര്യമല്ല, പക്ഷേ സ്റ്റിൽ മാനുഫാക്ചേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നതിനൊരു റീസൺ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. ഇത് പഴയതാണ്, ഇതിപ്പോൾ റീപ്ലേസ് ചെയ്ത് പുതിയ ഇടയാണല്ലേ? പുതിയ ഇടുന്നു. ഇതാണ് കേട്ടോ പുതിയ ഓയിൽ പമ്പ്. നടക്കും, പക്ഷേ ടൈം എടുക്കും. മേളിലോട്ടൊക്കെ എത്താനായിട്ട് 1-2 സെക്കൻഡ് ഡിലേ വരും. അപ്പം നമ്മളെ സംബന്ധിച്ചോളം 1-2 സെക്കൻഡ് വലിയ ആനക്കാര്യമല്ല, പക്ഷെ ഇതിനെ സംബന്ധിച്ചോളം ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാത്ത ചെയ്യാൻ നേരത്ത് ഫ്രിക്ഷൻ കൂടി തേയ്മാനം കൂടും. അപ്പം പാർട്സിൻ്റെ ലൈഫ് കുറയും. ഓക്കെ ഓക്കെ, വണ്ടി എപ്പോഴും നമ്മൾ സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് ഐഡിൽ ആവുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നം ഇതാണ്. ഓരോ മാനുഫാക്ചേഴ്സിനും പല രീതിയിലുള്ള ഡിസൈനാണ് എഞ്ചിനകത്ത്. അപ്പോൾ നമുക്കിത് എവിടെയാണെന്നൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വണ്ടി ഏത് ബൈക്കായാലും രാവിലെ സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് നമ്മൾ ഏറ്റവും എളുപ്പ വഴി അതിൽ കയറി ഇരുന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഐഡിൽ ചെയ്യുക. അതാകുമ്പോൾ വേറെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് രാവിലെ ഐഡിൽ ചെയ്ത് മാത്രം നമ്മൾ വണ്ടി എടുക്കുക. അതാണ് എഞ്ചിന് ഏറ്റവും നല്ലത്. ഈ ലോക്കിനാണ് സർക്കിൾ ലോക്ക് എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് നെറ്റിട്ട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ലോക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വലിയ ലോഡ് കൊടുക്കില്ല, ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അധികം ചാടിപ്പോകാൻ ചാൻസ് ഒരു 99% കുറവുമാണ്. പിന്നെ ഇവിടത്തേക്ക് ഓരോ വാഷർ വരും. വാഷറിനൊരു പൊസിഷനൊക്കെ ഉണ്ട്. അത് ഒരു സൈഡ് ഒന്ന് കുഴിഞ്ഞിരിക്കും, ഒരു സൈഡ് പൊങ്ങിയിരിക്കും. അത് ഇടുന്നതിന് പൊസിഷനുണ്ട്. മാറ്റിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പം അത് ഇളകി വരാൻ ചാൻസസ് കൂടുതലാണ് ഞെട്ട്. അപ്പോൾ അത് ഈ വാഷറും കാര്യങ്ങളൊക്കെ ഇടുന്നതിന് പൊസിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ മാത്രമേ ഇടാവൂ. ഇതിപ്പോൾ എന്ത് പറ്റിയാണ്ടാ? ഇതിപ്പം ഇതിലൊരു ഓറിങ് വരും. ആ ഓറിങ് മാറ്റാൻ അടിച്ചിട്ട് മുന്നേ ചെയ്ത ഒരു പേസ്റ്റ് അടിച്ചു വിട്ടതാ. ഓറിങ്ങിന് 10 രൂപയ്ക്ക് താഴെ വില വരുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ എന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ബട്ട് എന്തിനെന്ന് പറയാം, ഇത് റിസ്ക്കാണ്. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കാരണം ഓയിൽ സർക്കുലേഷനായി പോകുന്ന നേരത്ത് ഇതിൽ നിന്ന് കുറച്ചളവ് ഓയിലിലൂടെ പോയി കഴിഞ്ഞാൽ എഞ്ചിൻ്റെ അകത്തോട്ട് പല മൈന്യൂട്ട് ഹോൾസ് ഉണ്ട്. അതിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻ കറക്റ്റ് കിട്ടാതെ വരും. ഇപ്പോൾ ഹെഡിൽ ഞാനൊരു സാമ്പിൾ കാണിച്ചു തരാം. ഇതൊക്കെ ഒരു ഡ്യൂപ്ലിക്കേഷൻ്റെ ഹോളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇവിടെയൊക്കെ വന്ന് അടഞ്ഞിരുന്ന എക്സാമ്പിൾ ഇവിടെ വലിയ ഇതില്ലെങ്കിലും ഇങ്ങനെയുള്ള ബാക്കിയുള്ള ഹോളിലോട്ടൊക്കെ അടഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തോട്ട് ഓയിൽ പമ്പ് ചെയ്ത് കയറാതെ ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാതെ തേയ്മാനം വന്ന് എഞ്ചിൻ പണി വരും. അതുകൊണ്ട് മാക്സിമം ഇതെനിക്ക് പേസ്റ്റ് ഒന്നും അടിക്കാൻ പാടില്ല. ഇപ്പോൾ NS-നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എത്ര പാക്കിങ് മാറിയാലും ചെറിയ രീതിക്ക് ലീക്ക് വരും. അപ്പം അനാബോണ്ട് അടിക്കാം ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം ലൈറ്റായിട്ടേ ചെയ്യാവൂ. അത് ഉള്ളിലോട്ട് മാക്സിമം പോവരുത് എന്നുള്ള കോൺസെപ്റ്റ് ഇട്ടേ ചെയ്യാവൂ. പിന്നെ ഈ ഒരു കൂളൻ്റ് ഇതാണ് ഞാൻ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. എൻ്റെ ബൈക്കിൽ ഞാൻ ഒഴിക്കാൻ വേണ്ടി നോക്കി വെച്ചിരുന്ന സാധനമാണ്. പക്ഷേ അന്ന് ഈ സാധനം കിട്ടിയില്ല. പക്ഷേ ഇന്നിപ്പോൾ വേറൊരു വണ്ടിക്ക് വേണ്ടി ഇത് മേടിച്ചാണ്. 390ക്ക് ഡോമിനോറിൻ്റെ കുറച്ചും കൂടെ കൂളിംഗ് എഫിഷ്യൻസി ഇതിന് കുറച്ചും കൂടെ കൂടുതലാണ്. മറ്റേ കാട്ടി കുറച്ചൊന്ന് ലേറ്റായിട്ട് ഫാൻ ഓണായി തന്നെ കുറച്ചും കൂടെ പെട്ടെന്ന് ഓഫ് ആകാൻ ചെയ്യുന്നുണ്ട് തന്നെ അല്ലേ? മോട്ടോറിൻ്റെ കാട്ടി കുറച്ചും കൂടെ പറ്റും. മറ്റേ ഐസ് എന്ന് പറയുന്നത് അതിൻ്റെ അത്ര കിടിലല്ല, പക്ഷേ സ്റ്റിൽ നമുക്കൊരു 300 രൂപീസിന് താഴെ ബെസ്റ്റ് സാധനമാണല്ലേ? ഓക്കെ. ഈ കൂളറിൻ്റെ കളർ ഇരുട്ടത്തിരിക്കാത്തൊരു ലൈറ്റ് ബ്ലൂവും നോക്കട്ടെ, അല്ലാത്തപ്പോൾ പച്ചയാണ്. ഇത് വെട്ടം അടിക്കാത്ത പച്ചയാവും തന്നെ അല്ലേ? കാണിച്ചുതരാം. പക്ഷെ കാണുമ്പോൾ ഒരു ഗ്രീൻ ഫീലാണത്. പക്ഷേ അത് ഫോണിൽ കൂടെ നോക്കുമ്പോഴാണ്, നേരിട്ട് നോക്കുമ്പോഴത്തേക്കും അതൊരു ബ്ലൂ ഫീൽ പറഞ്ഞടാ. നേരിട്ട് നോക്കുമ്പോൾ ഒരു ബ്ലൂ കളർ ഫീലാണ്, പക്ഷേ ഗ്രീനാണ് സാധനം.
ഈ വീഡിയോയിൽ നോക്കുമ്പോഴത്തേക്കും ഗ്രീൻ ആയിട്ട് തോന്നും, പക്ഷെ നേരിട്ട് നോക്കുമ്പോഴത്തേക്കും അതൊരു ബ്ലൂ ഷെയ്ഡാണ്. ബ്ലൂ അല്ല ഗ്രീനും അല്ലാത്ത പോലത്തെ ഫീലാണ്.